Welcome to Semester 3 Complementary Electronics. Today we see problems of RC coupled amplifier. Problems of two-stage RC coupled amplifier. This is Semester 3 Complementary Electronics for BSc Physics Main. BSc Physics Main സ്റ്റുഡൻസിൻ്റെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 3 ആ ഒരു ടോപ്പിക്കാണ് പറയുന്നത്. ചാപ്റ്റർ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. അതിനകത്ത് RC coupled ആംപ്ലിഫയർ പഠിച്ചതാണ്. അതിൻ്റെ പ്രോബ്ലംസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. We discuss the problems of two-stage RC coupled amplifier from complementary electronics. Problems of two-stage RC coupled amplifier. So this is one problem we have done in the previous class, and today the second problem. For a two-stage RC coupled amplifier shown in the figure, compute the following: RI, AV, AV1, AV2, AV in dB. Direct BBE and use the relation R is 25 MV by IE. അപ്പോൾ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. താഴെ ഒരു ടു സ്റ്റേജ് RC coupled ആംപ്ലിഫയർ ആണ്. അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഒന്നാമത്തെ സ്റ്റേജ് 1ൻ്റെ ഗെയിൻ AV1, സ്റ്റേജ് 2 ഗെയിൻ AV2, ഓവറാൾ ഗെയിൻ AV. അത് ഡെസിബിളിലും കണ്ടുപിടിക്കണം. നമുക്ക് VBE നെഗ്ലക്ട് ചെയ്യാം, ബേസ് എമിറ്റർ വോൾട്ടേജ് നെഗ്ലക്ട് ചെയ്യാം, പിന്നെ സിലിക്കൺ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ റെസിസ്റ്റൻസ് RE 25 MV by I എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുകയും വേണം. അപ്പോൾ ഇതാണ് സർക്യൂട്ട്. ഒന്നാമത്തെ സ്റ്റേജ് Q1 സ്റ്റേജ്, പിന്നെ Q2 ട്രാൻസിസ്റ്റർ. അവിടുത്തെ റെസിസ്റ്റേഴ്സ് എല്ലാം പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. റെസിസ്റ്റേഴ്സ്, ഓൾ റെസിസ്റ്റേഴ്സ് ആർ ഷോൺ. R1 1.5 റെസിസ്റ്ററൊക്കെ ഒന്ന് നോക്കുക. അത് ഇവിടെ വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ കണക്കിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്യാം. So all resistors and the beta values are given. അപ്പോൾ ഒന്നാമത്തെ 1.5 മെഗോമാണല്ലോ. M1 R1, R2 5K ആണ്, പിന്നെ ഒരു R3 1.5 മെഗോം, പിന്നെ R4 5K ആണ്. ട്രാൻസിസ്റ്റർ Q1 Q2, ട്രാൻസിസ്റ്റർ beta 100, beta 1 200, beta 2 is also 200, R5 that is R last 20K. അതാണ് വാല്യൂസ്. സർക്യൂട്ട് ഡയഗ്രാം ക്ലിയർ ആയിട്ട് വരയ്ക്കുക. ആ സർക്യൂട്ട് ഡയഗ്രത്തിലാണ് ഡേറ്റ എല്ലാം തന്നിരിക്കുന്നത്. ഓൾ ഡേറ്റ ആർ ഗിവൺ ഇൻ ദി സർക്യൂട്ട് ഡയഗ്രാം. ദ സപ്ലൈ വോൾട്ടേജ് VC is 25 വോൾട്ട്. ദാറ്റ് ഈസ് റിട്ടൺ അറ്റ് ദി ടോപ്പ്. എല്ലാ വാല്യൂം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത അതേ കണക്കിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ്, അല്ലാതെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും ഇവിടെ വരുന്നില്ല. RI ഇൻപുട്ട് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് RI1 ഒന്നാമത്തെ സ്റ്റേജിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ്. RI1 കാൽക്കുലേറ്റ് ചെയ്യാൻ, RI1 is calculated by the relation R1 parallel beta 1 RE1 and RE1 or RA 25 by IE1. I is nearly equal to IC, or IE1 is nearly equal to IC1. IC1 is beta IB1 or beta 1 IB1. IB1 is V by R. We apply Ohm's law, that is 25 supply volt. R is 1.5 into 10 raised to 3. That is the value. The value is look here, it is 1.5 into 10 raised to 3 KO. 1.5 മെഗോമാണ് തന്നിരിക്കുന്നത്. 1.5 into 10 raised to 3 KO, that is 16.67 equal to 0.0167
16.7 into 10 raised to minus 3, that is 0.0167 mA. mA is the answer. Volt by kilo means milliampere. And now, next part IC1 is IE1. Beta 1 IB1 200 into 0.0257 0.167. That is equal to 3.33 mA. That is IC1. So we have determined IB1 and IC1. IC1 is equal to IE1. That is 3.33 mA. I is equal to IC. Therefore, RE1 is 25 by IE1. IE1 എന്ന് വായിക്കണം, IE minus 1 എന്നല്ല, IE1. ആ ഹൈഫിനില്ലേലും കുഴപ്പമില്ല. IE1 25 by 3.33, that is 0.00751 K. Therefore, beta 1 RE1 is 200 into 0.00751, which is equal to 1.502 K. RI is RI1. RI1, that is R1 parallel beta RE1 ഫോർമുല നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇപ്പോൾ 1.5 into 10 cubed parallel 1.502, which is nearly equal to 1.502 K. That is RI or RI1. Now the next part of the problem. AV1 is R01 by RE1. നമുക്കറിയാവുന്ന ഫോർമുലയാണ്. R01 by RE1. R01 is R2 parallel RI2. RI2 is R3 parallel beta RE2. That is 1.5 into 10 cubed into beta 2. Beta 2 into R2 is same as beta 1 into RE1. 1.502. That calculations you carefully note. We get 1.502 K. 1.502 K. Therefore, R01 is equal to 5 parallel 1.502. 5 parallel 1.502, that is equal to, the answer, final answer is, you look, ഇടയ്ക്ക് ചില സംഖ്യകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനൽ ആൻസർ നോക്കിയാൽ മതി. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.155 K. That is the answer. That is R01. Therefore, AV1 is equal to R01 by RE1. RE1, that is 1.155 by 0.00751, which is equal to 799. That is the value. $153.799. 153 point. AV2 is R02 by RE2. That is R02 is equal to R4 parallel R5. 5 parallel 20. 20 ആണ് നമുക്ക് അവസാനം തന്നിരിക്കുന്നത് RL ലാസ്റ്റ് തന്നിരിക്കുന്നത് R5 എന്നുള്ളത്. 5 into 20 by 5 plus 20, that is 4K. RE2 is 25 by IE2. IE2 is same as IE1. IE1 ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് തന്നെയാണ് IE2. That is RE2 is 20 by 3.33, which is equal to 0.00751. AV2 is RO2 by RE2, 4 by 0.00751, 532.62. Therefore, overall gain AV is AV1 into AV2. AV1 AV minus 1 അല്ല, ഓർത്തോളണം. AV1 ആണ്. ഹൈഫൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 153.799 into 532.62. ഇപ്പോൾ കിട്ടിയ ഉത്തരം. That is 81916.4. 81916.4. That is overall gain. Decibel voltage gain. Decibel voltage gain is 20 log AV, that is in dB. 20 log 81916.42. That is equal to
98.27 dB. 98.27 dB is the answer. വീണ്ടും ഒരു സിമിലർ ടൈപ്പ് പ്രോബ്ലം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. I shall read. In the two-stage RC cable amplifier, in the figure, compute the following: Ri, AV1, AV2, AV and AV in dB. Take beta 1 is equal to beta 2 is 100. Negative VB and use the relation Re is 25 MV by IE. That's the question. So input resistance Ri is Ri1, that is R1 parallel beta 1 Re1. That's circuit. ഈ സർക്യൂട്ടും നോക്കി വരയ്ക്കുക. മുമ്പത്തെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡയഗ്രം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഇവിടെ അവസാനം ഒരു R5 ഉണ്ടല്ലോ, RL, അത് 20K തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 20K തന്നെയാണ്. പിന്നെ 1.5 ഉണ്ട്, 5K ഉണ്ട്, ബീറ്റ മാറിയുള്ളൂ. ബീറ്റ 100 ആണ്. ബീറ്റ 1 ബീറ്റ 2 100 ആണ്. അത് വ്യത്യാസമുള്ള കാര്യമായിട്ട്. പിന്നെ ഒരു താഴെ 2 റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഉത്തരം നോക്കുക. Re1 is 25 by E1. Re is since Re is included. അപ്പോൾ മുമ്പത്തെ പ്രവർത്തനം നമുക്ക് Re ഇല്ലായിരുന്നു. അപ്പോൾ Re വരുന്നത് കൊണ്ട് കറണ്ട് അങ്ങോട്ട് മാറും. I എന്നുള്ള VCC ബൈ Re പ്ലസ് R1 ബൈ ബീറ്റ 1 എന്ന റിലേഷൻ ഉപയോഗിക്കണം. Re താഴെ തന്നിരിക്കുന്നത് കൊണ്ട് കറണ്ടിൻ്റെ റിലേഷൻ മാറും. I is BCC ബൈ Re പ്ലസ് R1 ബൈ ബീറ്റ 1. മറ്റാണെങ്കിൽ നമുക്ക് R1 V ബൈ R എടുത്താൽ മതിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ റിലേഷൻ, R1 ബൈ ബീറ്റ 1 എന്നുള്ള ആ റിലേഷൻ. I1 is 25 by 10 plus 1500 by 100. That is 25 by 10 plus 15. That is 25. 25 by 25, 1 mA. 1 mA. RO1, 25 by E1, that is 25 by 1, 25 ohm, which will be converted into kilo ohm, 0.025 K. Therefore, beta 1 Re1 is equal 100 into 0.025, that is 2.5 K. Ri is beta 1 parallel beta 1 Re1. R1 is 1500 K. Parallel 2.5. Parallel 2.5, which is nearly equal to 2.5. കാരണം വലിയ വാല്യൂ ചെറിയ വാല്യൂ കൂടി പാരലാകുമ്പോൾ ഉത്തരം ചെറിയ വാല്യൂവിന് അടുത്ത് വരാം. AV1 is R1 by Re1. R01 is R2 parallel Ri2. Ri2 is R3 parallel beta 2 Ri2. Re2 beta parallel Re2. 1500 parallel 2.5, which is nearly 2.5 K. R01 is R2 parallel Ri2, 5 parallel 2.5, that you have to calculate. It is 1.67 K. AV1 is R1 by Re1, 1.61 by 0.025, which is 66.7. Now AV2 is R2 by Re2. R2 is R4 parallel R6, 5 parallel 20, 5 into 20 by 25, 4K. AV2 is 4 by 0.025, which is 160. Now, overall gain AV is AV1 to AV2, that is 66.7 into 160, 1067. Decibel voltage gain is 20 log AV, 20 log 10672, 20 into 4.015, which is 80.3 dB.
80.3 dB is the answer. Next problem. എല്ലാം ആൾമോസ്റ്റ് സെയിം ടൈപ്പ് പ്രോബ്ലമാണ്. കമ്പ്യൂട്ട് ദി ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ഫോർ ദി two-stage RC coupled amplifier shown in the figure. Express the answer in decibel. Negative VB and use R is 50 MV by I. ഇപ്പോൾ ജർമ്മനി ഇതിൻ്റെ കേസ് പോലെയാണ്. ബീറ്റ 1 is beta 2 is beta 1 equal to beta 2 equal to അതിൻ്റെ വാല്യൂ അവിടെ മറഞ്ഞു പോയി. നമുക്ക് താഴെ കാണും ബീറ്റ 1 ബീറ്റ 2 എത്രയാണ്. ബീറ്റ 1 ബീറ്റ 2 ആ പ്രോബ്ലത്തിൽ വരും. 100 ആണ്, 100 ഇത് കാണും. Beta 1 is beta 2 is 100. Therefore, overall gain AV is AV1 into AV2. That gain of first stage AV1. ഇതാണ് ക്വസ്റ്റിൻ്റെ ചിത്രം. ഇവിടെയും അവസാനത്തെ RL അല്ലെങ്കിൽ R6 20K ആണ്. പടം നോക്കി വരയ്ക്കുക, വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് എഴുതുക. പടം ഞാനിന്ന് വലുതാക്കി കാണിക്കുക. സപ്ലൈ വോൾട്ടേജ് VCC 20 വോൾട്ടാണ്. ഇവിടെ R1 R3 45K ആണ്. R3 5K ആണ്. 5K 6 എമിറ്റർ ഉണ്ട്. 1K വെച്ച് രണ്ടിലും ഉണ്ട്. പിന്നെ ട്രാൻസിസ്റ്റർ Q1 Q2 ബീറ്റ 1 ബീറ്റ 2 100 ആണ്. അവസാനത്തത് R6 അവസാനത്തത് R7 ആണ്. അത് തെളിഞ്ഞിട്ടില്ല. 20K ആണ്. 20K എന്ന് ഓർത്തോണം. R01 is R3 parallel RI2. RI2 is R5 parallel R6 parallel beta RE2. RE2 is 50 by IE2. IE2 is VR6 by R5. That is VR2. ഇനി VR2 കാണണം. ആ വാല്യൂ ഒന്ന് നോക്കുക. IE2 is VR6 by R8. VR6 is, that is IR6 into R6. VCC by R5 plus R6 into R6. 20 by 45 plus 5 into 5, that is 20 by 50 into 5, 2 volt. IU2 is 2 by 1, 2 mA. R2 is 50 by 2, 25 ohm, that is 0.025K. Beta 2 RE2, 100 into 0.025, 2.5K. RI2 is R5 parallel, R6 parallel beta RE2 45 parallel 5 parallel 2.5. 3 വാല്യൂ പാരലാകുമ്പോഴേ ഇവിടെ പിന്നെ ഏറ്റവും ചെറിയ വാല്യൂ തീരെ ചെറുതല്ല, 2.5 ആണ്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടണം, അല്ലാതെ ഏറ്റവും ചെറുതായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പാടില്ല. യു ഹാവ് ടു കാൽക്കുലേറ്റ്. സോ 1 by RI2 is 1 by R1 plus 1 by R2 plus 1 by R5, that is 1 by 45 plus 1 by 5 plus 1 by 2.5. അത് ചെയ്യുമ്പോൾ 28 by 45. Therefore, RI2 is equal to 45 by 28, 1.1
1.6K. R01 is 5 parallel 1.6, 5 into 1.6 by 5 into plus 1.6, which is 1.2K. AV1 is R01 by RE1, 1.2 by 0.025, that is 48. 48. Gain of second stage AV2 is R02 by RE2, R02 is R7 parallel R9, that is 5 parallel 20, 5 into 20 by 25, 4K. RE2, 0.025K. Therefore, AV2 is 4 by 0.025, which is 160. Overall gain AV1 to AV2 40 into 160 7880. Decibel voltage gain GB 20 log AV 20 into log 7680 20 into 3.885 888 ആണ് അത് നോക്കുക. ദാറ്റ് ഈസ് 77.60. അവിടെ ലോഗ് 7680 എന്ന് നോക്കിക്കോളാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 77.60 dB. അതാണ് ഓവറോൾ ഗെയിൻ. അപ്പോൾ ഇതിനകത്ത് ഈ റെസിസ്റ്റൻസ് കിടക്കുന്നത് സൂക്ഷിക്കുക. സർക്യൂട്ട് വളരെ ലെങ്തിയാണ്. അപ്പോൾ അതിൽ നിന്ന് വാല്യൂ എടുത്തിട്ട് കണക്കൂട്ടി എടുക്കണം. That is all with your 46th lecture. We continue our topic. Thank you.